കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപം വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കൃപാസനം മെയിൻ ഹാളിലേക്ക് വരികയാണ്. ധാരാളം പേർ കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാളിൽ സാക്ഷ്യങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം എത്രമാത്രം സാക്ഷ്യങ്ങളാണ് ഈ ദേവാലയത്തിൽ നമുക്ക് കേൾക്കാനാവുക എന്നത് വളരെ അത്ഭുതകരവും അതിശയകരമാണ്. അത്രമാത്രം കൃപാസനം മാതാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഈ കൃപാസനം ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ അത് സാമ്പത്തിക തകർച്ചയായിരിക്കാം, ഭവനമില്ലാത്ത അവസ്ഥയായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, രോഗമൂലം ക്ലേശിക്കുന്നവരാവാം, മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ അലട്ടുന്നവരായിരിക്കാം. എല്ലാവർക്കും അമ്മ മാതാവ് ശക്തമായ സാന്നിധ്യമായി ഈ ദേവാലയത്തിൽ നിലകൊള്ളുകയാണ്. 2004 ഡിസംബർ 7-ാം തീയതിയാണ് ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾക്കും മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പെരുമഴ പോലെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പ്രദക്ഷിണമായിട്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി പേടത്തിനടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാന കേന്ദ്രം. മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉടമ്പടിയിലൂടെയാണ് ഈ ദേവാലയത്തിലെ ഒട്ടുമിക്ക അത്ഭുത സാക്ഷ്യങ്ങളും നടക്കുന്നത്. അതിന് ഉടമ്പടി എന്ന ഒരു കരാർ എടുക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നതിനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി എടുത്തു പോകുന്നതിനുള്ള ഭക്തജനങ്ങളുടെ ഓരോ ചെറിയ സംഘങ്ങളായിട്ട് നിൽക്കുന്ന വരിയാണ് നാം ഈ കാണുന്നത്. ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഓരോ സംഘവും ഇവിടെ എത്തിച്ചേരുക. അവരുടെ കയ്യിൽ മാതാവിൻ്റെ കൊച്ചു രൂപം ഉണ്ടാവും. മുത്തുകുട, മണി, ധൂപകുറ്റി, വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെയാണ് ഓരോ ഉടമ്പടി സംഘങ്ങളും ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നതാണ് ഉടമ്പടി എന്ന ഒരു പ്രോസസ്സ്. നമ്മിപ്പോൾ കാണുന്നത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറിൻ്റെ സമീപമാണ് നാം നിൽക്കുന്നത്. ആ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് പലരും കുടിക്കുവാനും വീടുകളിലേക്ക് വെഞ്ചരിച്ച് വെള്ളമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ സാന്നിധ്യത്തിലൂടെ മാതാവ് ഈ ദേവാലയത്തിൽ ഇപ്പോഴും അത്ഭുതങ്ങൾ, അടയാളങ്ങളിലൂടെ തൻ്റെ മക്കളെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച, അതാണ് ഈ ദേവാലയത്തിൽ നാം കാണുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെ കുടികൊള്ളുകയാണ്. അതുതന്നെയാണ് ഇവിടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോകുന്നതിലൂടെ ശരിയായ രീതിയിൽ ഉടമ്പടി നിയോഗത്തിനനുസരിച്ച്
കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ മാതാവ് നമുക്ക് എളുപ്പം നടത്തി തരും. ഇതാണ് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സിൽവർ ഗ്രേ കളറിൽ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപത്തിലാണ് മാതാവ് ഇവിടെ കാണുക. ഈ മാതാവിൻ്റെ രൂപം തിരുസഭയുടെ വണക്കത്തിനായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വേണ്ടപ്പെട്ട അധികാരികൾക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ അംഗീകാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണുന്നത് കൃപാസനം ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ ലൈനാണ് കാണുന്നത്. ഇവിടുത്തെ അച്ഛന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ തങ്ങൾക്ക് അനേകം സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം. ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി പാഠത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രദർശനം പോകുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെയായിട്ട് 4-5 കൗണ്ടറുകൾ കാണാം. അവിടെയാണ് വെഞ്ചിരിച്ച കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ, തേൻ, ഉപ്പ് എന്നീ നിറച്ച വസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും